പേരെന്തായിരുന്നു മോളെ? ഫിദ തസ്നി. നമുക്ക് ഇന്നലെ വന്ന ബുക്കിംഗ് കേട്ടോ. എവിടുന്നാ വരുന്നേ? എവിടെ വെച്ചിട്ടാ കല്യാണം? മലപ്പുറം. എവിടെ വെച്ചിട്ടാ മേക്കപ്പ്? കോഴിക്കോട്. 3 ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. നാദാപുരം കോഴിക്കോട് ഡിസ്ട്രിക്ട് തന്നെ, കണ്ണൂർ ബോർഡറാണ് വരുന്നത് അല്ലേ? ഡിസ്ട്രിക്ട് വരുന്നത് കോഴിക്കോട് തന്നെ. അപ്പം കോഴിക്കോടിൻ്റെ ഒരറ്റവും കോഴിക്കോട് സിറ്റിയും മലപ്പുറം എവിടെയാ പ്രോപ്പർ എവിടെയാ വരുന്നത്? തിരൂര്. ഓക്കെ. പരിപാടി അവിടെ വെച്ചിട്ടല്ലേ? നിക്കാഹ് കഴിഞ്ഞതാ? അല്ല, നിക്കാഹാണ് ഇന്ന്. നിക്കാഹാണ്. അപ്പം ഇതോ റിസപ്ഷൻ എല്ലാം പിന്നെ ഓക്കെ. ഇന്ന് നിക്കാഹ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതെങ്ങനെ നമ്മളെ കണക്ഷൻ കിട്ടിയത്? അത് ഓൾറെഡി അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ബുക്കൊക്കെ ചെയ്തതാ. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് അവിടെ പോയി ഒരുങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റുഡിയോസ് ഒക്കെ നോക്കി, പിന്നെ ഇൻസ്റ്റയിൽ എപ്പോഴും കാണും ഇങ്ങനെ ഓരോ വീഡിയോസ് ഉമ്മ ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന് സെറ്റ് ചെയ്യണം. കോഴിക്കോടാകുമ്പോൾ പിന്നെ വേറെ ഇത് സ്റ്റുഡിയോസ് തന്നെ നോക്കണ്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടും ഇല്ലല്ലോ, മാനേജറായിട്ടല്ലേ സംസാരിച്ചു. ഇത് ഒരു സെറ്റിലായിട്ടുള്ള വേറെ ഇതായിട്ടാണ്. ഏതായാലും നാദാപുരത്ത് നിന്ന് രാവിലെ വരിക കേട്ടോ. എത്ര മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്? 5:30. 7:30 ഇവിടെ എത്തിയില്ലേ? ഇത് നല്ല അടിപൊളിയാണ് ഇങ്ങനെ വരുമ്പോൾ. കാരണം കുറച്ച് പക്ഷെ നമുക്ക് തിരൂരിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ചെയ്ത് പോയ കുട്ടികളുണ്ട് കേട്ടോ. ബ്രൈഡ് ഇവിടെ വന്ന് മേക്കപ്പ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ റേറ്റിൽ നല്ല ഡിഫറൻസ് വരുന്നതുകൊണ്ട് അങ്ങനെ വന്ന് പോകുന്ന കുട്ടികളുണ്ട് ദൂരെയാണ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഇതല്ലേ ഇതെങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിയാൻ അവരെ ഇപ്പൊ. പക്ഷെ അതൊന്നും ഇല്ല. അപ്പൊ അധികം നിക്കാഹ് കഴിയുന്നതിന് മുന്നേ നിക്കാഹിന്റെ ഡ്രസ്സ് കൊടുത്തേക്കണം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അല്ലെ തലേന്ന് പോയി സ്റ്റേ ചെയ്യേണ്ടി വരും അവിടെ. ഇപ്പൊ കല്യാണം ഇതേപോലെ തന്നെയാണോ ഉണ്ടാവുക? അല്ല, കല്യാണം എന്തായാലും നാദാപുരത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. ഒരെണ്ണം അതല്ല, അത് കഴിഞ്ഞ് അവരെ ഫംഗ്ഷൻ പിന്നെ അങ്ങോട്ട് കൊണ്ടതിന് ശേഷം പിന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു വലിയ ടൈറ്റ് ഇതുപോലത്തെ ടൈറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാ. കളയണ്ട. ഈ മറുക് ഒരു ഭംഗിയാ. കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണ പോലെയാണ് വന്നിട്ടുള്ളത്. ഇതെന്താ ചെറുപ്പത്തിൽ വീണതാ? ഇവിടെ ഒരു അടയാളം, ഒരു കുഴി. ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പോലെ ഒരു കുറച്ച് കുഴിയായിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച് വലിയ കുറഞ്ഞതാ. ചെറുപ്പത്തിൽ വീണതാണോ? ഒരു വീണ മാർക്ക് പോലെ ഉണ്ട്. ഓഗസ്റ്റ് 15 മാരേജ് ഡേറ്റ് അടുത്തുണ്ടോ അതോ കുറച്ച് കഴിഞ്ഞിട്ടാണോ ഉണ്ടാവുക? 1 ഇയർ ഉണ്ട്. ഓക്കെ. ആളെന്താ ചെയ്യുന്ന ഗ്രൂമ്? അത് ബിഫാം കഴിഞ്ഞ്. ഓ, സെയിം പ്രൊഫഷൻ തന്നെ. അല്ല, അത് ബിഫാം. ഓ, സെയിം ഫീൽഡ്. റെഡി ആയി കഴിഞ്ഞു. ഓക്കെ ആണോ? ഇഷ്ടമായോ? ലാസ്റ്റ് മിനിറ്റ് ബ്രൈഡാണ്. അപ്പം ഇനി കല്യാണമൊക്കെ മുൻകൂട്ടി ഒക്കെ പ്ലാൻ ചെയ്ത് റെഡി ആയിട്ട് ഓർണമെൻറ്റ്സ് എടുക്കുമ്പോഴും കുറച്ചും കൂടി ഒക്കെ ശ്രദ്ധിക്കാം. ഇത് പക്ഷേ നമുക്ക് സെൻറ്ററിലേക്ക് ഈ ഒരു മാല കിട്ടിയതുകൊണ്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ലോക്കറ്റായിട്ട് നിൽക്കുമായിരുന്നു. ഈ ഭാഗം എംപ്റ്റി ആകുമ്പം ആ ഒരു ഫിനിഷിങ് കിട്ടൂലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. തിരൂരെത്തി നിക്കാഹൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട്.